കുളു മണാലി എന്ന് കേൾക്കുമ്പോൾ ആരുടെയും മനസ്സിലേക്ക് ഓടിയെത്തുക ഗിരിശൃംഖങ്ങളിലെ മഞ്ഞുപുതഞ്ഞ സുഖവാസ കേന്ദ്രമാണ്. ബിയാസ് നദിയുമായി കീറിമുറിക്കാനാവാത്ത ഹൃദയബന്ധം കാത്തുസൂക്ഷിക്കുന്ന കുളു. പ്രത്യേകതകളേറെയുള്ള ചെറിയ വിമാനത്താവളം. കുളുവിന്റെ സാമ്പത്തിക ഭദ്രത കാത്തുപോരുന്ന മാതള നാരകത്തോട്ടങ്ങൾ. പിന്നെ ഹിമാചലിന്റെ തനത് സാംസ്കാരിക ചുവടുകളും മാതൃഭൂമി യാത്ര കണ്ടുകഴിഞ്ഞു. ഇനി യാത്ര ഒരു ഗ്രാമത്തിലേക്കാണ്. ഹിമാലയത്തിന്റെ ഏഥൻസ് എന്നറിയപ്പെടുന്ന ഒരു ഗ്രാമം, മലാന. ഹരം പകരുന്ന കാഴ്ചകൾ മാത്രമല്ല, ചൂഴ്ന്നു നിൽക്കുന്ന ദുരൂഹതകളും കഞ്ചാവിന്റെ ലഹരിയുമാണ് മലാനയെ ലോകപ്രശസ്തമാക്കുന്നത്. കുളുവിൽ നിന്ന് 50 കിലോമീറ്ററോളം മാത്രം ദൂരമേയുള്ളൂ മലാനയിലേക്ക്. കസോളിലേക്കുള്ള പാതയിൽ കുറേ ദൂരം സഞ്ചരിച്ച ശേഷം ഇടത്തേക്ക് തിരിഞ്ഞു വേണം മലാനയിലേക്ക് പോകാൻ. തിരക്കൊട്ടുമില്ലാത്ത ചെറുപാതയിലൂടെയാണ് യാത്ര. പോകും വഴിക്കുള്ള പ്രധാനപ്പെട്ട കാഴ്ചകളിലൊന്നാണ് മലാന ജലവൈദ്യുത പദ്ധതി. മല കയറാൻ തുടങ്ങും മുൻപ് ചൌക്കി എന്ന സ്ഥലത്തായി പവർ ഹൌസ് കാണാം. 1999 നിർമ്മാണം തുടങ്ങി 2001 കമ്മീഷൻ ചെയ്തതാണ് മലാന ഹൈഡ്രോ പവർ പ്ലാന്റ്. ഇന്ത്യയുടെ വടക്കൻ മേഖലകളിലെ ഊർജ്ജക്ഷാമത്തിന് പരിഹാരം കാണുകയായിരുന്നു ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. 86 മെഗാവാട്ടാണ് പദ്ധതിയുടെ ശേഷി. ഹിമാചൽ പ്രദേശ് സർക്കാർ പദ്ധതിയിട്ട 8 ജലവൈദ്യുത പദ്ധതികളിൽ സമയത്തിന് പൂർത്തിയാക്കിയത് ഇതുമാത്രമായിരുന്നു. മലാന നദിയിൽ അണകെട്ടി വെള്ളം താഴേക്കൊഴുക്കി പവർ ഹൌസിലെത്തിച്ചാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. പവർ ഹൌസിനടുത്തു തന്നെ ജീവനക്കാരുടെ താമസ സ്ഥലങ്ങൾ കാണാം. ഏറെ പ്രകൃതി രമണീയമായ സ്ഥലത്താണ് പവർ ഹൌസ് സ്ഥിതി ചെയ്യുന്നത്. ചൌക്കിയിൽ നിന്നും വീണ്ടും മുകളിലേക്ക്. വീതി കുറഞ്ഞതും ടാറിട്ടതുമായ റോഡിലൂടെയാണ് യാത്ര. അധികം ജനവാസമൊന്നുമില്ലാത്ത മേഖലയാണിത്. ഒട്ടേറെ വ്യൂ പോയിന്റുകൾ വഴിയിൽ പലയിടത്തായുണ്ട്. വികസനം എത്തിച്ചേർന്നിട്ടില്ലാത്ത ഹിമാചലിന്റെ ഉൾപ്രദേശങ്ങളുടെ നേർചിത്രമാണ് ഈ കാഴ്ചകൾ സമ്മാനിക്കുന്നത്. ഒറ്റപ്പെട്ട വീടുകളും കൃഷിയിടങ്ങളുമെല്ലാം മലാനയിലേക്കുള്ള യാത്രക്കിടയിൽ കാണാനാകും. ഹിമാചലിന്റെ ഈ ഗ്രാമഭംഗി ആരെയും കൊതിപ്പിക്കുന്നതാണ്. നിരപ്പായ സ്ഥലങ്ങളിലൊക്കെ പരമാവധി കൃഷി ചെയ്യാൻ ഗ്രാമീണർ ഉത്സാഹിച്ചിട്ടുണ്ട്. മലഞ്ചെരുവിൽ നിന്ന് മുകളിലേക്ക് വളഞ്ഞു പുളഞ്ഞു കയറിപ്പോകുന്ന ഒറ്റവരിപ്പാത. ചെങ്കുത്തായ പാറക്കെട്ടുകൾ വെട്ടിയുണ്ടാക്കിയതാണ് റോഡ്. മറുവശത്ത് അത്യഗാധമായ കൊക്കയാണ്. മഞ്ഞനിറം പടർന്ന പാറക്കല്ലുകളാണ് ഈ വഴിയിൽ കാണപ്പെടുന്നതിലേറെയും. വല്ലപ്പോഴും മാത്രമാണ് ഈ വഴിയിൽ മറ്റു വാഹനങ്ങളെ കാണാനാവുന്നത്. വൻമലയുടെ ഉയരങ്ങളിൽ നിന്ന് അനുസ്യൂതം താഴേക്ക് പതിക്കുന്ന ജലധാര. കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചയാണ് ഈ വെള്ളച്ചാട്ടം. ഇതൊരു വിദൂര ദൃശ്യം മാത്രമാണ് താനും. ഒരു സ്ഥലത്തെ കാഴ്ചകൾ ലക്ഷ്യം വെച്ച് യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും യാത്രികരെ കൂടുതൽ ആകർഷിക്കുന്നതും അത്ഭുതപ്പെടുത്തുന്നതും വഴിയോര കാഴ്ചകളായിരിക്കും. ഇവിടെയും അതൊരാകർഷണമാണ്. മലാന ജലവൈദ്യുത പദ്ധതിയുടെ സുപ്രധാന ഘടകമായ അണക്കെട്ടാണിത്.
ഇവിടെ നിന്നാണ് വെള്ളം പെൻസ്റ്റോക്ക് പൈപ്പിലൂടെ താഴേക്ക് കൊണ്ടുപോകുന്നത്. മലാന നദിയിലാണ് അണക്കെട്ട് നിർമ്മിച്ചിട്ടുള്ളത്. അണക്കെട്ട് വരെ മാത്രമാണ് റോഡ് ടാർ ചെയ്തിരിക്കുന്നത്. ഇനി അങ്ങോട്ട് ഏറെ ദുർഘടമാണ് വഴി. മലാനയിലെത്താൻ 5-6 കിലോമീറ്റർ കൂടി താണ്ടണം. ഈ വഴിയുടെ ദുരവസ്ഥയും മറ്റുമാകാം ഇവിടേക്ക് അധികം യാത്രികരെത്താത്തതിന്റെ കാരണം. ഏത് നിമിഷവും മുകളിൽ നിന്ന് പാറക്കല്ലുകൾ റോഡിലേക്ക് പതിക്കാം. സാഹസികരായ മോട്ടോർ സൈക്കിൾ യാത്രക്കാർ ഇടയ്ക്കൊക്കെ കടന്നുപോകുന്നു. അവിടേക്കുള്ള വഴിയുടെ ശോച്യാവസ്ഥ തന്നെയാണ് മലാന എന്ന ഗ്രാമത്തിന്റെ നിഗൂഢതകളിലേക്കുള്ള പ്രധാന ചൂണ്ടുപലക. കുറേ ദൂരത്തിന് ശേഷം വഴി ഒരു മലയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കും. ഏതാണ്ട് 1/2 കിലോമീറ്ററോളം ദൂരം ഈ തുരങ്കത്തിലൂടെ വേണം മുന്നോട്ടു പോകാൻ. മുകൾ ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്തിട്ടൊന്നുമില്ല. ഇതിലേക്ക് കടന്നാൽ പെട്ടെന്ന് പുറത്തെത്താൻ ആരും ആഗ്രഹിച്ചു പോകും. തുരങ്കത്തിന് പുറത്ത് വീണ്ടും വീതി കുറഞ്ഞ റോഡ്. മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോഴാണ് പിന്നിട്ട പാതയുടെ ദുർഘടാവസ്ഥ കൂടുതൽ മനസ്സിലാവുക. വഴിയിൽ പലയിടത്തും ഇരുമ്പ് പാലങ്ങളുണ്ട്. പ്രകൃതിക്ഷോഭത്തെ അതിജീവിക്കാൻ പറ്റും വിധത്തിലുള്ളവയാണ് ഇവ. തകർന്ന റോഡിലൂടെ ചെറിയ ചരക്ക് വാഹനങ്ങൾ കടന്നുപോകുന്നു. ടാർ ചെയ്യാത്ത ഹെയർപിൻ വളവുകളുള്ള ഈ റോഡ് പോലും യാത്രയിലല്ല, കാഴ്ചയിലാണ് കൂടുതൽ മനോഹരമാവുന്നത്. അങ്ങ് അകലെ കാണുന്നതാണ് മലാന ഗ്രാമം. പാർവതി താഴ്വാരത്തിനും കുളു താഴ്വാരത്തിനുമിടയിൽ ഒറ്റപ്പെട്ട് കിടക്കുന്നു ഈ ഗ്രാമം. കുളുവിൽ നിന്ന് 1.5 മണിക്കൂർ എടുക്കും ഇവിടെ എത്താൻ. ഈ ഗ്രാമത്തിലേക്ക് ഇപ്പോഴും വാഹനങ്ങൾ എത്തില്ല. 4 കിലോമീറ്റർ ഇപ്പുറത്ത് വാഹനം നിർത്തണം. അവിടെ ഗ്രാമത്തിലേക്ക് സ്വാഗതമോദി ഒരു കവാടം സ്ഥാപിച്ചിരിക്കുന്നു. ഇനി ഒറ്റയടി പാതയാണ്. ഇതുവഴി കാൽനടയായി വേണം മലാനയിലെത്താൻ. ഒരു ഗ്രാമത്തിൽ എന്താണ് ഇത്ര കാണാനുള്ളതെന്ന് ദയവായി ചോദിക്കരുത്. കാഴ്ചകൾക്കും അപ്പുറത്തുള്ള അറിവാണ് മലാന സഞ്ചാരികൾക്കായി കാത്തുവച്ചിരിക്കുന്നത്. ഗ്രാമത്തിലേക്കുള്ള യാത്ര ചെറിയൊരു ട്രക്കിംഗ് ആണ്. മലാന നദിക്ക് കുറുകെയുള്ള ഇരുമ്പ് പാലം കടന്നു വേണം മുന്നോട്ടു പോകാൻ. വഴിയിൽ കണ്ട സ്ത്രീകൾ ക്യാമറയിൽ നിന്ന് മുഖം തിരിക്കുന്നു. അവർക്ക് പിന്നാലെ വന്ന ഗ്രാമവാസിയുടെ ചുമലിൽ തൂക്കിയിട്ടിരിക്കുന്നത് നിറത്തോക്കാണ്. ഗ്രാമത്തിലേക്കുള്ള ചരക്കെടുക്കാൻ കോവർ കഴുതകളുമായി ഒരാൾ കടന്നു പോകുന്നു. ഗ്രാമത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള ചുടുകട്ടകളാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. ഗ്രാമവാസികൾ തങ്ങളുടേതായ രീതിയിൽ ഇത് ജോലിസ്ഥലത്തേക്ക് എത്തിക്കുന്നു. ഇങ്ങേ മലയിൽ നിന്ന് അങ്ങേ മലയിലേക്ക്
പഴഞ്ചൻ രീതിയിലൊരു റോപ്പ് വേ. മോട്ടോർ ഘടിപ്പിച്ചിട്ടുണ്ട് ഈ ട്രോളിയിൽ. ഇഷ്ടികയും മറ്റും ചാക്കിൽ കെട്ടി ഒരു ഇരുമ്പ് ട്രോളിയിലാക്കി തള്ളിവിടുന്നു. ട്രോളിയിൽ ചരക്ക് നിറച്ച ശേഷം കമ്പിയിൽ 2 തട്ട് തട്ടും. ട്രോളി വലിക്കാൻ അപ്പുറത്തുള്ളവർക്ക് നൽകുന്ന സിഗ്നലാണ്. ഒരു കൂട്ടം ജനങ്ങൾ പുറം ലോകത്തിന് പിടികൊടുക്കാതെ മലനിരകൾക്കിടയിൽ അവരുടേതായ ആചാരങ്ങളും വിശ്വാസങ്ങളുമായി ജീവിക്കുന്നതിന്റെ കഥയാണ് മലാനയുടേത്. പുറം ലോകത്തിന് മലാന കൂടുതൽ പരിചിതമാകുന്നത് മലാന ക്രീം എന്ന ലഹരിയുടെ പേരിലാണ്. കറുത്ത നിറവും കടുപ്പവുമുള്ള ഹാഷിഷ്. എന്നാൽ ലഹരിയേക്കാൾ ഹരം പകരുന്നതാണ് മലാനയിലെ കാഴ്ചകൾ. സമുദ്രനിരപ്പിൽ നിന്ന് 3029 മീറ്റർ ഉയരത്തിൽ മലാന ഗ്രാമം സ്ഥിതി ചെയ്യുന്നു. ചന്ദ്രഖനി കുന്നുകളുടെ സൗന്ദര്യം ചുറ്റിനും കാണാം. �500-നടുത്ത് മാത്രമാണ് ജനസംഖ്യ. 100-150 വീടുകൾ മാത്രം. ഗ്രാമത്തിന്റെ നടുക്കായി കല്ലുപാകിയ നാട്ടുവഴി. സമ്പന്നമായ പൈതൃകം കൊണ്ടും ശാന്തസുന്ദരമായ പ്രകൃതി കൊണ്ടും അനുഗ്രഹീതമാണിവിടം.